ഹായ്, തിയേറ്ററിൽ പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് മിസ്സായി പോയ മറ്റൊരു പടമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി. അഭിഷാൻ ജീവിന്തിൻ്റെ പടം. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ പടം കണ്ടിട്ടുണ്ടാകും. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള വളരെ ചെറിയ ഒരു ഫീൽ ഗുഡ് മൂവി. ശരിക്കും തമിഴ് സിനിമയിലൊക്കെ ഇങ്ങനൊരു സിനിമ സംഭവിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. കാരണം അവരെത്ര ഫീൽ ഗുഡ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ടിപ്പിക്കൽ തമിഴ് പടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി വരും. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ടിപ്പിക്കൽ ഫീൽ ഗുഡ് തമിഴ് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു പടമാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഈ സിനിമ കുറച്ചുകൂടി കുറച്ചുകൂടി അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കൊറിയൻ പടത്തിലും അതുപോലെ തന്നെ തുർക്കി സിനിമ, അതുപോലെ തന്നെ ഇറാൻ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ, ഫീൽ ഗുഡ് എന്ന് വെച്ചാൽ അതിൻ്റെ സിറ്റുവേഷൻ, പ്ലോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും. പക്ഷേ അതിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ കഥാപാത്രങ്ങൾ ആ സിറ്റുവേഷനോട് പ്രതികരിക്കുന്ന രീതി, സിനിമ ആ ഡയറക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ആ ടെൻഷൻ ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷെ കഥ നിൽക്കുന്നത് വളരെയധികം ടെൻഷനുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിലായിരിക്കും. ഈ പടത്തിന്റെ പ്ലോട്ട് ഏകദേശം അങ്ങനെ തന്നെയാണ്. ശ്രീലങ്കയിൽ നിന്ന് റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു തമിഴ് ഫാമിലിയുടെ കഥയാണ് ഇതിൽ ഡയറക്ടർ പറയുന്നത്. അവർ പിന്നെ തമിഴ്നാട്ടിൽ വന്ന് ചെന്നൈയിൽ അവരുടെ ഫാമിലി ഒന്ന് സെറ്റിലാക്കി എടുക്കാൻ വേണ്ടി നടത്തുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് വേറൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരാണ്. ഓൾറെഡി അവർക്ക് ശ്രീലങ്കയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാലോ, തമിഴ്നാട്ടുകാർക്ക് അല്ലെങ്കിൽ തമിഴന്മാർക്ക് ശ്രീലങ്കയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്നാണ് അവർ തമിഴ്നാട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതായത് കടൽ മാർഗം വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇവിടെയുള്ള നാട്ടുകാർ അവരെ കണ്ടുപിടിച്ചാലോ എന്നുള്ളൊരു പേടി, ഈ നാട്ടുകാർക്കിടയിൽ മിങ്കിളാവണം. പിന്നെ ഇവരുടെ ഭാഷ, അതായത് ശ്രീലങ്കയിൽ തമിഴ് ഭാഷയും തമിഴ്നാട്ടിലെ തമിഴ് ഭാഷയും കേട്ട് കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് അത് മനസ്സിലാവും. കാരണം രണ്ട് സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. സോ അതിൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു ദുരന്തമായിട്ടോ അല്ലെങ്കിൽ എന്തോ വലിയൊരു പ്രശ്നം നടക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള രീതിയിലല്ല. ലൈഫിന് എത്രത്തോളം പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അത്രയും പോസിറ്റീവായിട്ടാണ് ഡയറക്ടർ ഈ ഒരു പ്ലോട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് കാണുമ്പോൾ തന്നെ വല്ലാതൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും. പിന്നെ എനിക്കിതിൽ ആകെ ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം ഈ നമ്മുടെ ശശികുമാർ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ അഭിനയം മാത്രമാണ്. എനിക്ക് പേഴ്സണലി അയാളുടെ അഭിനയം അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം എന്തോ ചില കുഴപ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാകും. എന്നാൽ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ സിമ്രാൻ്റെ അഭിനയം കഴിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ മക്കളായിട്ട് അഭിനയിച്ചിട്ടില്ല 2 കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മിഥുനാണ് ആവേശത്തിലൊക്കെ ഉള്ളത്. പിന്നെ ഒരു ചെറിയൊരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. അവന്റെ പേര് ഞാൻ പറഞ്ഞത്, അവൻ കിടിലായിരുന്നു കേട്ടോ. കാരണം ആ കഥാപാത്രം എപ്പോൾ എങ്ങനെ പ്രതികരിക്കും, എന്ത് പറയും, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈവൻ സ്കൂളിലേക്ക് ലിഫ്റ്റ് വെച്ച് പോകുന്ന സീനൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ആ പാട്ടിൽ ഡാൻസ് കളിക്കുന്ന സീൻ നമ്മളെല്ലാവരും മറ്റേ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. അത് ആ സിനിമയിൽ കാണുന്ന സമയത്ത്, സിനിമയിലല്ല അത് അല്ലാതെ കണ്ടു കഴിഞ്ഞാലും അടിപൊളിയാണ്. പക്ഷെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു വളരെ ടെൻഷനുള്ള ഒരു സമയത്ത് പോലും എങ്ങനെ അതിനെ കുറച്ചുകൂടി ലൈറ്ററായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നാണ് ആ ഒരു ക്യാരക്ടറിൽ കൂടി നമ്മുടെ ഡയറക്ടർ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അവിടെ രമേശ് തിലക് എന്ന് പറയുന്ന ആക്ടർ അറിയാമല്ലോ, നമ്മുടെ കുമ്പളങ്ങി നൈറ്റിലെ തമിഴൻ വിജയൻ ചേട്ടനൊക്കെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ആസ് യൂഷ്വൽ സാധാരണ നോർമലായിട്ടുള്ള അഭിനയം തന്നെയാണ്. പിന്നെ അതല്ലാതെ അവരുടെ നെയ്ബേഴ്സ് ആയിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ ഹൗസ് ഓണർ പോലീസുകാരൻ, അയാളുടെ മകള്, അയാളുടെ ഭാര്യ, പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ, ഈ കാർ ഓണർ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആരും അധികം അങ്ങനെ വലിയ വെറുപ്പിക്കാതെ വളരെ നൈസായിട്ട് സിനിമയുടെ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഹിന്ദിക്കാർക്ക് ചെറിയൊരു കൊട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ തമിഴ് പടങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ, ഹിന്ദിക്ക് ഒരു കൊട്ട അവർ സാധാരണ കൊടുക്കാറുണ്ട്. പിന്നെ ഈ പടത്തിന്റെ എഡിറ്റിംഗ് അടിപൊളിയാണ് കേട്ടോ. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പടം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് വലിച്ചു നീട്ടണം എന്ന് തോന്നിയാൽ ഇതൊരു നാടകം പോലെ അല്ലെങ്കിൽ സീരിയൽ പോലെയാകും. പക്ഷെ അതില്ലാതെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഒരു 2 മണിക്കൂറിലേക്ക് ഈ പടം ചുരുക്കി എടുത്തിട്ടുണ്ട്. ഫീൽ ഗുഡ് പടത്തിന് ശരിക്കും അത്രയും മതി. അത് വല്ലാണ്ട് എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞാൽ ഒരു സീരിയൽ മൂഡ് കയറി വരും. പിന്നെ ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സ്ലാങ് ആയി കഴിഞ്ഞാലും, പിന്നെ ഇതിന്റെ മ്യൂസിക്, ക്യാമറ വർക്കൊക്കെ നല്ല ഗംഭീരമായിരുന്നു. സിറ്റുവേഷൻസ് ഒക്കെ വളരെ പുതുമയുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. ആ ഒരു മരിക്കുന്ന ഒരു ഏജ്ഡ് ആയിട്ടൊരു കഥാപാത്രം, അതായത് ശ്രീജ രവിയുടെ ക്യാരക്ടർ മരിച്ചു പോകുന്നൊരു സീനുണ്ട്. ആ ഭാഗത്തുള്ള ചില ടിപ്പിക്കൽ തമിഴ് ക്ലീഷേ സീനുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസും പുതുമയുള്ളതായിരുന്നു. വളരെ നൈസ് ആയിട്ടുള്ള ഒരു പടം കേട്ടോ. ഇപ്പോൾ ഇറാൻ മൂവിയാണെന്ന് തോന്നുന്നു, ബേഗാസ് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ഒരു ചെറിയ 2 കുട്ടികളുടെ ഒരു സിനിമയാണ്. വളരെ ടെൻസ്ഡ് ആയിട്ടൊരു പ്ലോട്ടാണ് ആ പടത്തിൻ്റെത്. പക്ഷേ ആ ഡയറക്ടർ ആ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗംഭീരമായിട്ടുള്ള രീതിയിലാണ്. എനിക്ക് അങ്ങനെയുള്ള സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് തോന്നിയത്. കാരണം വളരെ ടെൻഷൻ ആയിട്ടുള്ള റെഫ്യൂജീസിന്റെ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷെ വളരെ ലൈറ്റായിട്ട്, വളരെ നൈസായിട്ട്, കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലും നമുക്ക് ലൈഫിനെ വളരെ പോസിറ്റീവായിട്ടും വളരെ ലൈറ്ററായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. സോ വളരെ നൈസായിട്ടുള്ള ഒരു പടം, 2 മണിക്കൂറേ ഉള്ളൂ, നന്നായിട്ടുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി.